ഒരാഴ്ച മുന്നേ ഫിക്സ് ചെയ്ത കുടിയിരിക്കലിനെ പോവാൻ നേരത്തെ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ കേട്ടോ. പണ്ടൊരു ട്രെൻഡ്സ് പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോവാൻ കുടിയിരിക്കലിന് എന്നാണ് ഇക്കാൻ്റെ അഭിപ്രായം. നേരെ ട്രെൻഡ്സ് പോയി നോക്കിയപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചട്ടോ. അധികം ഒന്നും തിരയാൻ നേരമില്ല, കാരണം അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫസ്റ്റിന് ഈ ഡ്രസ്സ് ഒന്ന് കൊണ്ടുപോയി ഇട്ട് നോക്കി, ഇഷ്ടമായി, പാക്ക് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ദാ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ നല്ല ഫയറിങ് ആണ്. എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമാണ് ആ നേരത്തെ കയ്യിലും വലിയ അർജൻറ്റ് ഇക്കാരം. എനിക്കറിയില്ല ഇത് മുന്നേ കൂട്ടി ഉറപ്പിച്ച പരിപാടിയാണ്, ഇപ്പോഴാണോ പോകണമൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പോയില്ല കേട്ടോ. നേരെ ഇതാ പൂമോളെ വീട്ടിലെത്തിയിട്ടുണ്ട്. പൂമോളെ വീട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട്, കുറേ ആളുകൾ ഓൺ ദ വേ ആണ്. പിന്നെ ഈ വീടിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ചമ്മാനോടുത്ത വീടില്ലേ, ആ വീടിൻ്റെ സെയിം പ്ലാനാണിത്. ഒരേ പ്ലാനിൽ വീട് വെക്കുന്ന 4ാമത്തെ വീടാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ 2 ആങ്ങളമാർക്കും ഈ വീട് തന്നെയാണ്. എല്ലാവരും കിച്ചൻ്റെ സൈസിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് വ്യൂവിലും ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ. ഉൾവശത്ത് കയറിയാൽ ഒക്കെ ഒരേപോലെയാണ്. അപ്പോസിനെ ഓരോരുത്തരും മാറി മാറി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയിട്ടാണ് ഫെബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെബിൻ്റെ ഉമ്മയും പൂമോളും ഉമ്മയും റിലേറ്റീവ്സാണ്, അതുകൊണ്ട് ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം വരണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൂസിന് ചെറുതായിട്ടൊന്ന് പനിച്ചപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം കൂടിയാൽ നമുക്ക് ആരും കാണാൻ പറ്റൂലല്ലോ. ഇവിടെ പൂവിത്താത്താൻ്റെ മോളായിട്ട് നല്ല കമ്പനി അയക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ നിന്നോളൂന്ന്. അവിടെ നിന്ന് മെല്ലെ മിന്നി നേരെ ഞങ്ങൾ പോയത് സ്റ്റോർ റൂമിലാണ്. അപ്പോൾ പൂമോളെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് വെച്ചതൊക്കെ അപ്പൂസ് ക്വാളിറ്റി ചെക്ക് ചെയ്തു കേട്ടോ. അല്ലാതെ വലിച്ചിടൊന്നുമല്ല, ക്വാളിറ്റി ഇല്ലേന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. ഫുഡ് എല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൂസിനെ ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഇരുന്നതായിരുന്നു. പിന്നെ ഇതാ ഞാൻ എണീറ്റിട്ട് അപ്പൂസിൻ്റെ പരിപാടി ഇതാട്ടോ. സ്റ്റൂളിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കല്ലെടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ വ്യൂവേഴ്സാണ് കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ വേറൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, പൂവിത്താത്താൻ്റെ മോൾ തന്നെ കേട്ടോ. അവർ രണ്ടാളും ഇവിടെ നല്ല കളിയായിരുന്നു. അമ്മായികളൊക്കെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ കാണാം.